ഹായ് ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത്രയും കാലം ഇമ്പിൾസിൻ്റെ വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലേറ്റ് ആയതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പിൾസിൻ്റെ സ്പെയർ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വരെ നമുക്ക് ഇമ്പിൾസിൻ്റെ സ്പെയർ കിട്ടിയിട്ടില്ല. സ്പെയർ എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ കിറ്റ് കാര്യങ്ങൾ, അതേമാതിരി ഹെഡ് ലാമ്പ്, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇമ്പിൾസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരുന്നത്. അപ്പം നമ്മൾ ആ ഇമ്പിൾസിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. എന്തായാലും വണ്ടി ഇപ്പം റണ്ണിങ് ആണ്. 2-3 ആഴ്ചയായിട്ട് വണ്ടി റണ്ണിങ് ആണ്. അപ്പോൾ സ്പെയർ കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുവരെ നമ്മൾ ഇപ്പം ചെയ്ത് വെച്ചിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ, ഹെഡ് ലാമ്പ് മാറ്റി, അതേമാതിരി കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വണ്ടിയിൽ. വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. തമ്പ്നെയിൽ കണ്ടാലറിയാം, വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എന്തായാലും നമ്മൾ അതിൻ്റെ ഫുൾ വർക്ക് ഇപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി പാർട്സ് കുറച്ചൊന്നും കിട്ടാനുണ്ട്, അല്ലാതെ ബാക്കി ഇപ്പോൾ വണ്ടി റണ്ണിങ് ആണ്, കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ ആ വണ്ടി ഓടുന്നുണ്ട്. എയറിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടാൻ ലേറ്റ് ആയത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഞാൻ എൻ്റെ ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയും കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാറ്. അപ്പോൾ ഇനി വീഡിയോസ് ഉണ്ടാവും, കുറച്ച് 2-3 വീഡിയോസും പാടി ഉണ്ടാവും. ഇമ്പിൾസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഫുൾ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇറക്കുന്നതായിരിക്കും. അതിൻ്റെ ഫുൾ സ്പെയർ കിട്ടിയിട്ടോ, ഫുള്ള് സ്പെയർ കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ ഇനിയോട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വീഡിയോസ് അല്ല, അതല്ലാതെ തന്നെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രാവലിംഗ് എന്തായാലും ഇപ്പോൾ നമുക്ക് നടക്കില്ല. ട്രാവലിംഗ് എന്തായാലും ഈ ഒരു കോവിഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മളെ ഏകദേശം സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടി. സ്പെയറല്ല, പാർട്സാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഇത് ഹിമാലയൻ്റെ വിൻഷീൽഡ്, അതേമാതിരി ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ, ഇത് പൾസർ 150 പഴയ മോഡലിൻ്റെ ഹെഡ് ലാമ്പ്, അതേമാതിരി അതിൻ്റെ ക്ലാമ്പ്, പിന്നെ ബൂട്ട്, അതേമാതിരി ഹാൻഡ് ഗാർഡ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ആക്സസറീസാണ്. അപ്പോൾ നമ്മൾ ഹെഡ് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ റൗണ്ടാക്കാൻ വെച്ചു. അതേമാതിരി വിൻഷീറ്റും കയറ്റാൻ വെച്ചു. അപ്പം ഇതൊക്കെയാണ് ഇന്ന് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വണ്ടി ഏത് ലുക്കിലായിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഈ ഒരു ലുക്കാണ്. അപ്പോൾ എന്തൊക്കെ ഇതിൽ ചേഞ്ചസ് വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. പിന്നെ വിൻഷീൽഡ് നമ്മൾ ഹിമാലയൻ്റെ വിൻഷീൽഡ് കയറ്റി. അതേപോലെ ബ്രേക്ക് കോസ് നമ്മൾ ഒരു മോട്ടോകോസിൻ്റെ ബ്രേക്ക് കോസാണ് നമ്മൾ കയറ്റിയത്. അതേപോലെ തന്നെ കീ സെറ്റ് ആണെങ്കിലും മോണ്ടൻ്റെ ഒരു കീ സെറ്റാണ് നമ്മൾ കയറ്റിയത്.
പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. അതേമാതിരി മോണോഷോക്ക് നമ്മൾ യൂണിക്കോണിൻ്റെ മോണോഷോക്കാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വേറെ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തുതരാം. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ലുക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിന് ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. നമ്മൾ ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്ക് ടയറൊക്കെ ഇതിൻ്റെ സെയിം സൈസിലുള്ള ടയേഴ്സും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ട്. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്സ്. അതേമാതിരി ഹാൻഡ് ഗാർഡും പാടി ഇനി വരാനുള്ളൂ, വേറെ ഒന്നും ഇനിയില്ല. ഹാൻഡ് ഗാർഡിന് സൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഗാർഡ് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിൽ സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതുംപാടി ഒന്ന് സെറ്റാക്കുന്നതായിരിക്കും ബാക്കി ഇതിൻ്റെ കൂടെ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കിറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് സ്പെയർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫിനിഷായി. വണ്ടി ഇനി ചില്ലറ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വർക്ക് നമ്മൾ പിന്നീടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പം ഇത്രേ ഉള്ളൂ ഇമ്പിൾസിൻ്റെ ഈ ഒരു വീഡിയോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ID കയറി സെർച്ച് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെ ആണ് ചെയ്യുന്നത് എന്നുള്ള